ഡോക്ടർ ജോൺ ബ്രിട്ടാസ്, ഇന്നിപ്പോൾ തലശ്ശേരി രൂപതാ ബിഷപ്പ് പറയുന്നു, പാംപ്ലാനി പിതാവ് പറയുന്ന വാചകം ഇതാണ്: കാര്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എടുത്ത നിലപാടിനെ അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു എന്നുള്ളതാണ് പാംപ്ലാനി പിതാവ് പറയുന്നത്. സഭയിലൊക്കെ അത്തരം ശബ്ദങ്ങൾ വന്നു തുടങ്ങി. വീണ്ടും BJP വിശ്വാസത്തിലെടുത്തു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, ഞാനിപ്പോ ഫ്ലൈറ്റ് കയറുന്ന തിരക്കിലാണെങ്കിൽ പോലും എനിക്ക് എന്റെ മനസ്സിൽ വന്ന ചോദ്യം, അതായത് ഛത്തീസ്ഗഡിലെ BJPയും കേരളത്തിലെ BJPയും രണ്ട് പാർട്ടിയാണോ? ദേശീയ BJPയുടെ ഭാഗമല്ലേ കേരളത്തിലെ BJP? രണ്ടാമത്തെ കാര്യം, പാംപ്ലാനി പിതാവും അതുപോലെ തന്നെ കുറച്ചു മുമ്പ് സംസാരിച്ച എന്റെ സ്നേഹിതൻ അച്ഛനും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വളരെ സൗഹൃദത്തിന്റെ ഭാഷയൊക്കെ വെച്ച് നീട്ടിയാലൊന്നും അതിനോട് പ്രതിക്രിയ ചെയ്യുന്നവരല്ല ഇവരെ. ഗോൾവാൾക്കറിന്റെ പ്രത്യയശാസ്ത്രമാണ് ഇവരെ നയിക്കുന്നത്. ഗോൾവാൾക്കർ കൃത്യമായി പറയുന്നുണ്ട്, ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളായി അവർ കരുതുന്നത് മുസ്ലിങ്ങളെ, ക്രൈസ്തവരെ, കമ്മ്യൂണിസ്റ്റുകാരെ. ആ തത്വം വെച്ചിട്ടാണ് ഇവർ മുമ്പോട്ട് പോകുന്നത്. അതല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ചർച്ചയുടെയോ സൗഹൃദത്തിന്റെയോ ഒരു ഹസ്തം നീട്ടിയാല് ഇവരെ നിങ്ങൾക്ക് നിങ്ങളുടെ പക്ഷത്തേക്ക് ആനയിക്കാമെന്നൊരു തെറ്റിദ്ധാരണ വേണ്ട. അത് പാംപ്ലാനി പിതാവിനും വേണ്ട. എനിക്ക് എന്റെ മതപരിരക്ഷന്മാരായിട്ടുള്ള പിതാക്കന്മാരോട് പറയാനുള്ളൊരു കാര്യമുണ്ട്. അതായത് കേരളത്തിൽ ലവ് ജിഹാദ് പോലുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിച്ചപ്പോൾ അതിനോട് അല്പം ചേർന്ന് നിൽക്കാനുള്ള വ്യഗ്രത കാണിച്ച ഒരു കാലഘട്ടമുണ്ട്. സെപ്റ്റിക് ടാങ്കിലിടേണ്ട ഒരു സിനിമയെ സ്ക്രീൻ ചെയ്ത ഒരു ചരിത്രമുണ്ട് കേരളത്തില്, രൂപതയുടെ നേതൃത്വത്തില്. അതുകൊണ്ട് അവർ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഇങ്ങനെ സഹായകസ്തവോ അല്ലെങ്കിൽ സൗഹൃദകസ്തവോ നീട്ടിയാലൊന്നും ഇവരുടെ മനോഭാവത്തിലോ നിലപാടിലോ പ്രത്യയശാസ്ത്രത്തിലോ ഒന്നും മാറ്റം വരാൻ പോകുന്നില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1-1.5 വർഷം മുമ്പ്, ഖുറേഷി, അതായത് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഖുറേഷി ഉൾപ്പെടെ ഏതാനും മുസ്ലിം നേതാക്കന്മാര് RSSുമായി ചർച്ച നടത്തി. അങ്ങനെ RSSന്റെ സമീപനത്തിൽ ഒരു മാറ്റം വരുത്താൻ കഴിയുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷമാണ് ബുൾഡോസർ കയറിയത് ഇറങ്ങിയത്. അതുകൊണ്ട് നിങ്ങൾ ഈ പരിപാടി നിർത്തുക. അതായത് മതനിരപേക്ഷ ശക്തികളുമായി കൈകോർത്ത് പുരോഗമന ശക്തികളുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഈ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തെ എതിർത്ത് തോൽപ്പിക്കുക അല്ലാതെ നിങ്ങൾ ഇതുപോലുള്ള നീക്കുപോക്കുകൾ നടത്താനുള്ള ശ്രമമായിട്ട് മുന്നോട്ട് പോകരുത്. എന്താ കാരണം? ഇവര് ഭയത്തിലാണ്. ഞാൻ പറഞ്ഞു തരട്ടെ, അതായത് പല ആൾക്കാരും പരസ്യമായി പ്രതികരിക്കാൻ മടിക്കുന്നത് കൊണ്ടാണ്. ഇനിയും ഇതുപോലുള്ള പീഡനങ്ങൾ ഉണ്ടാവും, നിങ്ങളുടെ സ്ഥാപനങ്ങൾ അടിച്ചു തകർക്കുമെന്നുള്ള ഭീഷണി ഉള്ളത് കൊണ്ടാണ്. എനിക്കൊരൊറ്റ അപേക്ഷയുള്ളൂ എന്റെ ഇപ്പൊ സംസാരിച്ച എന്റെ അച്ഛനോടൊക്കെ. അതായത് നിങ്ങൾ ഭയന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ അവർ വീണ്ടും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. മറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 2 കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള പ്രതിഷേധത്തിന് ഭാഗമായ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ശക്തികളുമായി ചേർന്ന് നിന്നുകൊണ്ട് ഈ മതരാഷ്ട്രീയത്തെ, വെറുപ്പിന്റെ വിദ്വേഷത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി നിങ്ങളും കൂടി മുന്നോട്ടിറങ്ങണം. അതിനാദ്യം ചെയ്യേണ്ട ഒരു കാര്യം, പരസ്പരം സംശയത്തിന്റെ ഒരു തരത്തിലുള്ള ലാഞ്ചനങ്ങളും സൃഷ്ടിക്കാൻ വേണ്ടി ഇടവരുത്തരുത്. കേരള സമൂഹത്തിൽ അത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. കേരള സമൂഹത്തിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ വട്ടമിട്ട് പറക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരെ ഒന്നും നിങ്ങൾ തുണയ്ക്കാൻ നിൽക്കരുത്. ഈ ഒരു സംഭവം നിങ്ങൾക്ക് തിരിച്ചറിവാണ്. ഇവിടെ എനിക്ക് ക്ലീമസ് തിരുമേനിയുടെ വാക്കുകളാണ് കുറച്ചും കൂടി ഉചിതമായിട്ട് തോന്നുന്നത്. ഈ ഒരു മുഹൂർത്തത്തിൽ തിരിച്ചറിവുണ്ടാകണം. മുമ്പോട്ടുള്ള പാത എന്താണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വേണം, സ്പഷ്ടത വേണം. നീക്കുപോക്കിന്റെ ഒരു തരത്തിലുള്ള ഒരു പരിപാടി നിങ്ങളുടെ ഭാഗത്തുണ്ടാവരുത്. താങ്ക് യു ജോൺ ബ്രിട്ടാസ്. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, 1 മിനിറ്റ് മാത്രം എനിക്ക് സമയം അങ്ങേക്ക് അനുവദിക്കാൻ കഴിയൂ. Debate with Dr. Arun Kumar.